സ്വസ്ഥത എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ട് 15 വർഷങ്ങൾ കഴിഞ്ഞു. നിങ്ങളുടെ സ്വസ്ഥത തകർക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. ഇല്ലേ? ഒരിക്കലുമില്ല. ഇനി അതേക്കുറിച്ചൊരു വാദപ്രതിവാദത്തിന് ഞാനാണല്ല. നമുക്ക് ആ വിഷയം വിടാം. പറയേണ്ടത് പറഞ്ഞു തന്നെ തീരണമല്ലോ. ഒന്നും പറയാനില്ല. എനിക്ക് എന്റെ മോളെ ഒന്ന് കാണണം. 15 വർഷമായിട്ട് ഇപ്പോഴാണോ മോളുണ്ടെന്ന് ഓർക്കണത്? ഒരു കുഞ്ഞിനെ വളർത്തി വലുതാക്കുന്നതിന്റെ ക്ലേശം നിങ്ങൾക്കറിയില്ല. എന്റെ മാറിലെ ചൂട് കൊടുത്താണ് ഞാൻ അവളെ വളർത്തിയത്. ഇന്ന് ഈ രൂപത്തിൽ ഒരു പെൺകുട്ടിയായപ്പോൾ അവകാശപ്പെടാൻ എന്ത് ന്യായ നിങ്ങൾക്കുള്ളത്? അവളുടെ ഉള്ളിലെ ജീവന്റെ തുടിപ്പ് എന്റേതാണ്. പറക്കമുറ്റാത്തൊരു കുഞ്ഞിനെ അമ്മയും അപരിചിതമായ ഒരു നഗരത്തിൽ ഒഴിഞ്ഞ തകരപാത്രം പോലെ വലിച്ചെറിഞ്ഞിട്ട് ജീവന്റെ തുടിപ്പ്. മനുഷ്യനാണോ നിങ്ങൾ? ഡോക്ടർ, നമ്മൾ തമ്മിലുള്ള ഈ സംസാരം അനാവശ്യമാണ്. നാം തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? എന്റെ ഭാര്യയായ ഒരു സ്ത്രീ ഉണ്ട് ഇവിടെ, എന്റെ കുഞ്ഞിനെ പ്രസവിച്ച സ്ത്രീ. അവള് പറയട്ടെ. കേട്ടില്ലേ പറഞ്ഞത്? ശരിയാണ്. അയാളും ഞാനുമായിട്ട് എന്താ ബന്ധം? നിനക്ക് പറയാനുള്ളത് പറയാം. എനിക്കൊന്നും പറയാനില്ല. ഒഴിഞ്ഞു മാറിയിട്ട് എന്താ കാര്യം? ചെന്ന് സംസാരിക്കും. ഹരിയേട്ടൻ ഉണ്ടാവണം എന്റെ കൂടെ, അല്ലാതെ ഞാൻ പോവില്ല. ഞാൻ വരാം. നീ ആദ്യം ചെല്ല്. എന്നോട് അല്പം ദയവ് കാട്ടണം. അമ്മൂനെ 2 ദിവസം എനിക്ക് വിട്ടു തരണം. വീട്ടില് ഏട്ടൻ അവളെ കാണാൻ ആഗ്രഹമുണ്ട്. എനിക്കും കാണാതിരിക്കാൻ പറ്റില്ല. എനിക്കൊരു ഭർത്താവും അച്ഛനും ഉണ്ട്. അവരുടെ താല്പര്യമാണ് എന്റെയും താല്പര്യം. കാണേണ്ടവർക്ക് ഇവിടെ വന്ന് കാണാം. വലിയ അവകാശവാദങ്ങളൊന്നും വേണ്ട. അതിനൊരു അർഹതയില്ല. സോറി മിസ്റ്റർ ചന്ദ്രദാസ്, ഹരിത ഇപ്പോൾ ഇവിടെ ഇല്ല. മുത്തശ്ശനും അവളും ഗോവും കൂടി ഗുരുവായൂർക്ക് പോയിരിക്കുക തൊഴാൻ. നുണയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അകത്തേക്ക് വരാം. എവിടെ വേണമെങ്കിലും നോക്കാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യുന്നതിന് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ എപ്പോഴാണ് വരണമെന്ന് പറയാൻ പറ്റില്ല. പുന്നൂർക്കുളത്ത് അനിതയുടെ ചേച്ചിയുണ്ട്. അവിടെയൊക്കെ കയറി എപ്പോഴാ വരിക എന്നറിയില്ല. ഇറങ്ങുകയാണോ? ചായ കുടിച്ചിട്ട് പോവാം. ഇനി ഒരിക്കലാവാം.